എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ദാഹവും വിശപ്പും എല്ലാം മാറാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ചൂട് സമയത്തും അതുപോലെ തന്നെ എന്തെങ്കിലും സൽക്കാരങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മീഡിയം വലിപ്പമുള്ള ഒരു 1.5 ക്യാരറ്റ്, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ച് ഞാനൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കണമെന്നൊന്നുമില്ല, നമ്മൾ ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി നന്നായിട്ട്. ഈ ഒരു ക്യാരറ്റിന് നമുക്ക് മിക്സഡ് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിനായിട്ട് പഞ്ചസാരയോ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്കോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടുന്ന ഒരു രീതിക്ക് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടി പോകരുത്, ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, കട്ടകളില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ പാലാണ്. പാല് ഞാൻ ഫുൾ ഫാറ്റ് പാൽ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ടോട്ടൽ ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്ക് 1 ലിറ്റർ അളവിൽ പാലാണ് എടുത്തിരുന്നത്. ആദ്യം നമ്മൾ ഒരു 1/4 കപ്പ് ക്യാരറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു. അപ്പോൾ ടോട്ടൽ 1/2 കപ്പ് ഞാൻ അതിൽ 2 ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്ററിലുള്ള ബാക്കി ഫുള്ള് പാലും ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഈ ഒരു പാല് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. പാലൊന്ന് ചൂടായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സാണിത്. അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കണേ. ഈ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഈ ഒരു പരുവത്തിൽ നിന്ന് മാറി ചെറിയതായിട്ട് നമുക്കൊന്ന് തിക്കായിട്ട് കിട്ടണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയതായിട്ടൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങും. ഒരുപാട് കുറുകി പോകരുത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഇതുപോലെ ഈ ഒരു പാകമായിട്ട് വന്നാൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇല്ലേ, ആ ഒരു മിക്സ് ഇതിലേക്ക് ഫുൾ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ഈ ഒരു മിക്സും കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. ആ ഒരു ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് ആ ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റും ചേർത്ത് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്തെടുത്തായതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായി കിട്ടും. അതിൻ്റെ ഒരു പകുതി ഒന്ന് വേവായാൽ മതി, ഒരുപാടങ്ങ് വെന്ത് പോവണ്ട. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് അതും ഒരു പകുതി വേവൊന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതൊരു 1/2 കപ്പ് അളവിൽ ചൗവരിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയ ടൈപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. വലുതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊരു 1/2 കപ്പ് എടുക്കുക. എന്നിട്ട് നല്ല തിളച്ച് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു 1/2 കപ്പ് ചൗവരി ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അതൊന്ന് വെന്ത് വരട്ടെ. ഈ ഒരു ചൗവരി നമ്മൾ വെന്തോന്ന് അറിയുന്നത് ഇതിൻ്റെ ഒരു വൈറ്റ് കളറങ്ങ് മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു പാകമായി വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമ്മളൊന്നെടുത്ത് കഴിച്ച് നോക്കണം കേട്ടോ, എന്നിട്ട് മാത്രമേ ഇത് എടുക്കാവുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു അരിപ്പയിലേക്ക് ഊറ്റി ആ ഒരു വെള്ളം അങ്ങ് കളഞ്ഞിട്ട് എടുക്കുക. ആ ഒരു വെള്ളം ഊറ്റി നമ്മൾ അരിപ്പയിലൂടെ കളഞ്ഞതിന് ശേഷം ഈ ഒരു ചൗവരിയുടെ മുകളിലേക്ക് ഒന്നെങ്കിൽ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമോ ഒരു 3-4 ഗ്ലാസ്സോളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കുക കേട്ടോ. ചൗവരിയിൽ ഒരു പശ പോലെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ മാറി വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയിട്ടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശയൊന്ന് മാറാൻ ഇതുപോലെ ഒന്ന് കഴുകിയിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 2 ചെറുപഴമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നതെങ്കിൽ ഞാലിപ്പൂവൻ പഴം തന്നെ എടുക്കണേ. അല്ലെങ്കിൽ റോബസ്റ്റ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം വേണമെങ്കിലും ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു 2 ഞാലിപ്പൂവൻ പഴം ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതൊരു 2 ടീസ്പൂൺ കസ്കസ്, സബ്ജ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ ഞാനൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബദാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നട്ട്സ് ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ചൗവരിയാണ്. ചൗവരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പും ഒന്നും കൂടി പച്ചവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിന് നമ്മൾ നല്ല പോലെ തന്നെ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇനി അധികം തണുപ്പൊന്നും പറ്റാത്തവർക്കാണെങ്കിൽ തണുപ്പിക്കാതെ വേണമെങ്കിലും കുടിക്കാം. പക്ഷേ തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴാണ് കൂടുതലും നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തണുപ്പിച്ചിട്ട് എടുക്കുക. ഇതിനു മുമ്പ് ഞാൻ മാമ്പഴമൊക്കെ വെച്ചിട്ടുള്ള ഇതുപോലൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാമ്പഴത്തിന് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ട് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ ഒരു തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കണം കേട്ടോ. എങ്കിലും മാത്രമേ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.